കഥയാരംഭിക്കുന്നത് 1979 ക്ലോഡ് ഡുബോയിസ് എന്നറിയപ്പെടുന്ന ഗ്യാങ്സ്റ്റർ സംഘത്തിലെ പ്രധാന ഹിറ്റ്മാനായ ഡൊണാൾഡ് ലാവോയ് അന്നൊരു മിഷനു വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഡൊണാൾഡിന്റെ അസിസ്റ്റന്റും ഗ്യാങ് മെമ്പറുമായ ഫ്രാങ്കിയും കൂടെയുണ്ട്. ക്ലോഡ് എന്ന അവരുടെ നേതാവിന് വേണ്ടിയാണ് ഡൊണാൾഡ് ആ മിഷനായി ഇറങ്ങിത്തിരിച്ചിരുന്നത്. ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിയതും അവരിരുവരും ചുറ്റുപാടും നിരീക്ഷിച്ചു. പിന്നെ വൈകിയില്ല. ഡൊണാൾഡ് മുമ്പിലേക്ക് ചെന്ന് ടാർഗറ്റിനെ ഷൂട്ട് ചെയ്ത് വകവരുത്തി. ഫ്രാങ്കിയോട് ബോഡിയെടുത്ത് കാറിന്റെ ഡിക്കിയിലേക്കിടാൻ പറഞ്ഞു. ബാക്കി തെളിവുകൾ ഇല്ലാതാക്കാനും ഫ്രാങ്കിക്ക് ഡൊണാൾഡ് നിർദ്ദേശം കൊടുത്തു. ഫ്രാങ്കി ബോഡിയെടുത്ത് കാറിന്റെ ഡിക്കിയിലേക്ക് വെച്ചതിന് പിന്നാലെ ഡൊണാൾഡ് ഫ്രാങ്കിയെ തന്നെ വെടിവെച്ചു കൊല്ലുകയാണ്. നടന്ന കൊലപാതകത്തിന് കൂടെയുള്ളവനാണെങ്കിലും ഒരു സാക്ഷി പോലും ഉണ്ടാവരുത് എന്ന് ഡൊണാൾഡിനുണ്ടായിരുന്നു. പിന്നെ വൈകിയില്ല. ഡൊണാൾഡ് കാറുമെടുത്ത് നേരെ ക്ലോഡിന്റെ സ്ഥലത്തേക്ക് ചെന്നു. ഗ്യാങ്സ്റ്റർ ബോസായ ക്ലോഡിനടുക്കൽ 2 മൃതദേഹങ്ങളും കാണിച്ചു. എപ്പോഴും കൊടുക്കുന്ന ദൗത്യം ഭംഗിയായി നിർവഹിച്ചു വരുന്ന ഡൊണാൾഡിനോട് ക്ലോഡിന് വലിയ താല്പര്യം തന്നെ ഉണ്ടായിരുന്നു. ആർക്കും ഒരു മതിപ്പുമില്ലാത്ത ഗ്യാങ്ങിന് തന്നെ ബാധ്യതയായ ഫ്രാങ്കിയെ കൊന്നതിനും ഡൊണാൾഡിനെ ക്ലോഡ് അഭിനന്ദിക്കുകയും ചെയ്തു. പിന്നാലെ നടക്കുന്ന പാർട്ടിയിലേക്ക് ക്ലോഡ് ഡൊണാൾഡിനെ ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ ഡൊണാൾഡിന് അന്ന് വീട്ടിൽ പോകണമായിരുന്നു. കാര്യം മകളുടെ ബർത്ത്ഡേയാണ്. അത് കേട്ടതും ക്ലോഡ് ഡൊണാൾഡിന് കുറച്ചധികം പണം കൂടി കൊടുത്തു. മകൾക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. വൈകാതെ ഡൊണാൾഡ് തന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷെ അപ്പോഴേക്കും കുറച്ച് വൈകിയിരുന്നു. ഡൊണാൾഡിന്റെ മകൾ സോഫി ഉറക്കമായി കഴിഞ്ഞു. ഡൊണാൾഡിന്റെ ഭാര്യ ഫ്രാൻസിനെ അവിടെ ഉണ്ടായിരുന്നു. മകൾ ഉറങ്ങിയെന്നറിഞ്ഞതും ഡൊണാൾഡിന് അല്പം ദുഃഖമായി. മകൾക്കൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ സാധിച്ചില്ലല്ലോ. കുറ്റബോധത്തിൽ ഓരോന്ന് പറഞ്ഞ് ഡൊണാൾഡ് അങ്ങനെ നിൽക്കുമ്പോ ഭാര്യ അടുത്തേക്ക് വന്ന് ഡൊണാൾഡിനെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം ഡൊണാൾഡ് കാൾ എന്നു പേരുള്ള തന്റെ സഹോദരനെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. തെരുവിൽ ഗുണ്ടയായി ജീവിച്ചിരുന്ന കാൾ ഒരു ഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു. ഇപ്പോൾ മോചിതനായി എത്തിയിട്ടേയുള്ളൂ. വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലോഡിന്റെ ഗ്യാങ്സ്റ്റർ സംഘത്തിൽ ചേർക്കാമോ എന്ന് കാൾ ഡൊണാൾഡിനോട് ചോദിക്കുകയാണ്. ആദ്യം ഡൊണാൾഡ് അതിന് വിസമ്മതിച്ചെങ്കിലും കാളിന്റെ അവസ്ഥ കണ്ടതും ഡൊണാൾഡ് അതിന് സമ്മതിച്ചു. പിന്നീട് ഡൊണാൾഡ് പോയി ക്ലോഡിനെ കണ്ടു. മാർട്ടിൻ എന്ന വ്യക്തിയിൽ നിന്നും കടം കൊടുത്ത പണം പലിശയടക്കം പിരിക്കാൻ അന്ന് ദൗത്യം ഡൊണാൾഡിന് ലഭിക്കുകയാണ്. പക്ഷേ ഡൊണാൾഡ് പണം ചോദിക്കാൻ മാർട്ടിനടുത്ത് എത്തിയപ്പോൾ മാർട്ടിൻ ക്ലോഡിനെയും ഗ്യാങ്സ്റ്റർ സംഘത്തെയും തന്നെ അപമാനിച്ചൊക്കെ സംസാരിച്ചു. ഡൊണാൾഡിനെ ആട്ടിയോടിക്കുകയും ചെയ്തു. പുറത്തേക്കെത്തിയ ഡൊണാൾഡ് പുറത്തുണ്ടായിരുന്ന കാളിനോടും സംഘത്തോടും മാർട്ടിനെ ഒരു പാഠം പഠിപ്പിച്ചേക്കാൻ പറയുകയാണ്. കാളും സംഘവും അകത്തേക്ക് ചെന്ന് മാർട്ടിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പിന്നാലെ അകത്തേക്ക് ഡൊണാൾഡ് കയറി ചെല്ലുകയും മാർട്ടിനെ വാൺ ചെയ്യുകയും പണം തിരിച്ചടച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ സംഭവത്തിനു ശേഷം സഹോദരൻ കാളിനടുത്തേക്ക് ചെന്ന ഡൊണാൾഡ് കാളിനോട് ക്ലോഡിന്റെ ഗ്യാങ്സ്റ്റർ സംഘം വിട്ട് മറ്റൊരു ജോലി നോക്കാൻ ആവശ്യപ്പെട്ടു. കാരണം കാൾ മസിൽ പവർ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്, ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല എന്ന് അതിനോടകം ഡൊണാൾഡ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവിടെ അത്തരത്തിൽ തുടർന്നാൽ ഫ്രാങ്കിയെപ്പോലെ കാളും കൊല്ലപ്പെടും എന്നവൻ അറിയാമായിരുന്നു. പിന്നീട് ഒരു വർഷത്തിനു ശേഷം ഡൊണാൾഡ് അപ്പോഴും ക്ലോഡിനു വേണ്ടി ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ വർഷങ്ങളായി കടം മേടിച്ച പണം തിരിച്ചടയ്ക്കാത്തൊരു വ്യക്തിയിൽ നിന്ന് പണം പിരിക്കുവാൻ ഡൊണാൾഡിന് ദൗത്യമുണ്ടായിരുന്നു. ഡൊണാൾഡും കയ്യാളും കൂടി അയാളെ കണ്ടെത്തി നല്ല രീതിയിൽ മർദ്ദിച്ചു വാൺ ചെയ്ത് തിരികെ പോന്നു. ശേഷം ക്ലോഡിനടുത്തെത്തിയ ഡൊണാൾഡ് അടുത്ത ദൗത്യത്തെപ്പറ്റി തിരക്കി. വീണ്ടും നാളുകൾ അങ്ങനെ കടന്നുപോയി. ഒരിക്കൽ ഡൊണാൾഡിന് ക്ലോഡിൽ നിന്നും ഒരു ദൗത്യം വന്നു. കുറെ നാളുകളായി കടം വാങ്ങിയ പണവും പലിശയും തിരികെ കൊടുക്കാതെ ക്ലോഡിനെ ചുറ്റിക്കുന്ന ഒരാളെ തീർത്തേക്കാനുള്ള ദൗത്യമായിരുന്നു അത്. പതിവ് പോലെ ഡൊണാൾഡ് ആ ഇടത്തേക്ക് എത്തുകയും ടാർഗറ്റിനെ കൊല്ലുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ഈ മൂവ്മെന്റുകളൊക്കെ ഒരു പയ്യൻ കണ്ടിരുന്നു. സംശയാസ്പദമായ സാഹചര്യമായതിനാൽ ആ പയ്യൻ അത് പോലീസിനും റിപ്പോർട്ട് ചെയ്തു. അവിടെ നിന്നും പോന്ന ഡൊണാൾഡും കയ്യാളും കൂടി ഒരു നദിക്കരയിൽ എത്തുകയും ആയുധങ്ങൾ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു. പെട്ടെന്നാണ് പോലീസ് പട്രോളിംഗ് കാർ അവരുടെ പിന്നിലെത്തിയത്. അവിടെ അത്തരത്തിൽ കാർ ഒതുക്കിയത് പോലീസിന് സംശയമുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ചും നിയമപ്രകാരം പ്രവേശനമില്ലാത്തൊരു ഏരിയയാണത്. പോലീസ് വന്ന് ചെക്ക് ചെയ്യുമെന്ന് ഉറപ്പായതും ഡൊണാൾഡ് കൂടെയുണ്ടായിരുന്ന കയ്യാളിന്റെ മുഖമിടിച്ച് പരിക്കേൽപ്പിക്കുകയാണ്. പോലീസ് ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ മദ്യപിച്ച പോലെ അഭിനയിച്ച ഡൊണാൾഡ് മദ്യപിച്ച് താൻ തന്റെ സുഹൃത്തിനെ മർദ്ദിച്ചെന്നും തങ്ങൾ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് കാർ അങ്ങോട്ടേക്ക് ഓടിച്ചു കയറ്റിയതാണ് എന്നും പോലീസിനോട് പറയുകയാണ്. പരിക്കൊക്കെ കാണുന്നതും പോലീസും അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നു. അതോടെ ഒരു ഫൈൻ സ്ലിപ്പ് മാത്രം എഴുതി കൊടുത്ത് പോലീസുകാരൻ അവിടെ നിന്ന് പോരുകയാണ്. അന്ന് രാത്രിയിൽ ക്ലോഡ് ഡൊണാൾഡിനെയും കയ്യാളിനെയും വിളിപ്പിച്ചു വരുത്തി അവരുടെ ലാസ്റ്റ്
കൊലപാതകം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തെളിവുകളടക്കം പോലീസിന് കിട്ടിയിട്ടുള്ളതിനാൽ അവരെ പിടികിട്ടപ്പുള്ളികളായി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് കുറച്ചുനാൾ അവിടെ നിന്ന് മാറി നിൽക്കാനും ക്ലോഡ് ഡൊണാൾഡിനോട് പറയുന്നു. പിന്നാലെ കുറച്ച് പണവും ഡൊണാൾഡിന് കൈമാറുകയാണ്. കയ്യാളും കൂടെയുണ്ട്. പക്ഷെ ആ കയ്യാൾ അത് കേട്ട് വല്ലാതെ ദേഷ്യപ്പെടുകയും കൊടുത്ത പണം കുറഞ്ഞുപോയെന്നൊക്കെ പറഞ്ഞ് ക്ലോഡിനെതിരെ തിരിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ക്ലോഡാണ് ഈ കൊലപാതകത്തിന്റെയൊക്കെ മാസ്റ്റർ മൈൻഡെന്നും തങ്ങളെ പിടികൂടിയാൽ ക്ലോഡും പെടുമെന്നുമൊക്കെ വല്ലാത്തൊരു ദേഷ്യത്തിൽ അയാൾ അങ്ങനെ പറയുകയായിരുന്നു. ക്ലോഡിനെതിരെ തിരിഞ്ഞ് കയ്യാൾ പറയുന്ന കേട്ടതും ഡൊണാൾഡിന്റെ നിയന്ത്രണം വിട്ടു. ആ നിമിഷം തോക്കെടുത്ത് ഡൊണാൾഡ് അവനെ കൊന്നുകളയുകയാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിലും ഡൊണാൾഡ് തന്നോട് ലോയലായി നിൽക്കുന്ന കണ്ട് ക്ലോഡിന് അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. പിന്നാലെ ഡൊണാൾഡ് തങ്ങളുടെ ഒരു രഹസ്യ സ്ഥലത്തേക്ക് മാറുകയാണ്. ഭാര്യ ഫ്രാൻസിനെ വിളിച്ച് തന്റെ കുറച്ച് വസ്തുക്കൾ പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ ഡൊണാൾഡ് നിർദ്ദേശം കൊടുത്തു. ഫ്രാൻസിനും ആരും കാണാതെ ഡൊണാൾഡുള്ള ഇടത്തേക്കെത്തി ബാഗുകൾ കൈമാറി. പക്ഷേ തന്റെ ഭർത്താവ് ഒരു പിടികിട്ടാപ്പുള്ളിയായി മാറിയിരിക്കുന്നത് ഏതു ഭാര്യയെയും പോലെ ഫ്രാൻസിനെയും വറി ജയിപ്പിച്ചിരുന്നു. തങ്ങളുടെ മകൾ സോഫിയുടെ കാര്യം എന്താകും എന്നൊക്കെ പറഞ്ഞ് ഡൊണാൾഡിനെ ഫ്രാൻസിൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതൊക്കെ കേൾക്കുന്നതും ഡൊണാൾഡിനും നിയന്ത്രണം വിടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഡൊണാൾഡ് ഫ്രാൻസിനെ തല്ലുന്നു. നീ ഇതിലൊന്നും ഇടപെടണ്ടെന്നും വൈകാതെ താൻ തിരിച്ചുവരും, അതുവരെ സേഫായി നിൽക്കാനും പറഞ്ഞു. പിന്നെ അധികം വൈകാതെ ഡൊണാൾഡ് അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ ഒരു സുഹൃത്തിന്റെ ഒറ്റപ്പെട്ടയിടത്തേക്ക് മാറുകയാണ്. ജീൻ എന്നായിരുന്നു ആ സുഹൃത്തിന്റെ പേര്. ഒറ്റപ്പെട്ടയിടത്ത് ജീനിനൊരു വില്ലയുണ്ട്. അവിടെ തങ്ങി ഡൊണാൾഡ് ജീനുമായി സംസാരിച്ചൊക്കെ ഇരിക്കാൻ തുടങ്ങി. നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി ഡൊണാൾഡ് ജീനിനോട് പറഞ്ഞു. ജീൻ മറുപടി പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ക്ലോഡ് തന്നെ നിന്നെ സെറ്റപ്പ് ചെയ്തതാണെന്ന. ഗ്യാങ്ങിൽ നിന്റെ പവർ കൂടി വരികയായിരുന്നല്ലോ. ചിലപ്പോ ഒരു ഘട്ടം വന്ന ക്ലോഡിനേക്കാളും മുകളിലേക്ക് നീ പോയാലോ എന്നയാൾക്ക് തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ട് നിന്നെ തടയാൻ വേണ്ടി ഒന്ന് പെടുത്തിയതാണെങ്കിലോ. ഇതാകുമ്പോ നീ എന്നും അയാളുടെ കീഴിൽ നിൽക്കുകയും ചെയ്തോളും. നിനക്ക് സമാധാനവും സന്തോഷവും വേണമെങ്കിൽ നീ ഈ ഗ്യാങ്സ്റ്റർ സംഘമൊക്കെ വിട്ട് വല്ല സതേൺ റീജിയനിലേക്ക് പോയി അവിടെ സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ നോക്ക് എന്ന് ജീൻ കൂട്ടിച്ചേർത്തു. ജീനിന്റെ വാക്കുകൾ ഡൊണാൾഡിന്റെ തല പുകച്ചേരുന്നു. ക്ലോഡ് അങ്ങനെ തന്നെ പെടുത്തുമോ? താൻ അത്രയ്ക്കും ലോയലായിട്ട ക്ലോഡിനോട് ഇതുവരെ നിന്നിട്ടുള്ളത്. അയാൾ തന്ന എല്ലാ മിഷനും ഭംഗിയാക്കി പൂർത്തീകരിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഡൊണാൾഡ് അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഒരാഴ്ചയോളം കടന്നുപോയി. ഒരു ദിവസം ഫ്രാൻസിൻ ഡൊണാൾഡിനെ കാണുവാൻ ജീനിന്റെ അടുത്തേക്ക് എത്തുകയാണ്. കാര്യം അന്ന് വഴക്കൊക്കെ ഉണ്ടായെങ്കിലും ഫ്രാൻസിൻ അതൊക്കെ മറന്നു കഴിഞ്ഞിരുന്നു. ഡൊണാൾഡിനൊപ്പം ഫ്രാൻസിൻ കുറച്ചധിക സമയം ചിലവഴിച്ചു. തങ്ങളുടെ വീടിപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണെന്നും ഒരുപാട് ശ്രദ്ധയോടെ താൻ വന്നത് എന്നൊക്കെ ഫ്രാൻസിൻ ഡൊണാൾഡിനോട് പറയുന്നുണ്ട്. തന്റെ കുടുംബത്തെ തന്നെ താൻ ബുദ്ധിമുട്ടിലാക്കിയല്ലോ എന്നൊക്കെ ചിന്തിച്ച ഡൊണാൾഡിന്റെ തല വെറുത്തു. എന്നിരുന്നാലും ഫ്രാൻസിൻ ഡൊണാൾഡിനെ ആശ്വസിപ്പിച്ചു. ഡൊണാൾഡ് അപ്പോഴേക്കും ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ക്ലോഡിന്റെ ഗ്യാങ്സ്റ്റർ സംഘം വിടണം. സതേൺ റീജിയനിലേക്ക് പോയി അവിടെ മറ്റെന്തെങ്കിലും പരിപാടികൾ ചെയ്ത് അവിടെ ഇനി സ്വസ്ഥമായി ജീവിക്കണം. ഒടുവിൽ ക്ലോഡിനോട് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഡൊണാൾഡ് നഗരത്തിലേക്ക് തിരികെ എത്തുന്നു. ക്ലോഡിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ക്ലോഡിന് അപ്പോഴും തന്നോട് കരുതലുണ്ട് എന്നായിരുന്നു ഡൊണാൾഡ് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് സതേൺ റീജിയനിലേക്ക് താമസം മാറ്റി അവിടെ ഒരു മയക്കുമരുന്ന് ബിസിനസ് ഒക്കെ നടത്തുന്ന കാര്യം ക്ലോഡിനടുക്കൽ ഡൊണാൾഡ് ചർച്ച ചെയ്യുകയും ചെയ്തു. അന്ന് രാത്രിയിൽ നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരിടത്തേക്ക് ഡൊണാൾഡ് തന്റെ സഹോദരൻ കാളിനെ വിളിച്ചു വരുത്തി. സതേൺ റീജിയനിലേക്ക് മാറുന്ന കാര്യവും അവിടെ മയക്കുമരുന്ന് ബിസിനസ് തുടങ്ങാൻ പോകുന്ന കാര്യവും കാളിനോട് പങ്കുവെച്ച ഡൊണാൾഡ് തന്റെ കൂടെ ബിസിനസ്സിൽ പങ്കാളിയാക്കാൻ അനിയനെയും ക്ഷണിച്ചു. പക്ഷെ അവരുടെ സംസാരം തുടരുന്നതിനിടയിൽ പെട്ടെന്ന് പോലീസ് അങ്ങോട്ടേക്ക് വന്നെത്തുകയും ഡൊണാൾഡിനെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. പിന്നീട് ഡൊണാൾഡിന്റെ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. റോജർ എന്ന ഡിറ്റക്റ്റീവ് ആയിരുന്നു ഡൊണാൾഡ് ചെയ്ത കൊലപാതകങ്ങളെപ്പറ്റി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഡൊണാൾഡ് ഒന്നും വിട്ടുപറയാൻ കൂട്ടാക്കിയിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ക്ലോഡിനെതിരെ തെളിവുകൾ കൊടുത്താൽ, നടന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നാൽ ഡൊണാൾഡിനെയും കുടുംബത്തെയും തങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്നും കുറഞ്ഞ ശിക്ഷയ്ക്ക് ഡൊണാൾഡിനെ പുറത്തിറക്കാമെന്നും സതേൺ റീജിയനിലേക്ക് പോവാനും അവിടെ ജീവിക്കാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നൊക്കെ റോജർ പറഞ്ഞെങ്കിലും ഡൊണാൾഡ് അതിനൊന്നും തയ്യാറാകുന്നേയില്ല. ക്ലോഡിനോടുള്ള തന്റെ ലോയൽറ്റി ഡൊണാൾഡ് അപ്പോഴും കാത്തുസൂക്ഷിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ദേഷ്യം വന്ന റോജർ ഡൊണാൾഡിനെ കടന്നാക്രമിക്കുകയാണ്. അപ്പോഴേക്കും ക്ലോഡ് അയച്ച ഡൊണാൾഡിന്റെ വക്കീൽ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഗിൽബേർട്ട് എന്നായിരുന്നു അയാളുടെ പേര്. ഗിൽബേർട്ട് ഡൊണാൾഡുമായി തനിച്ചു സംസാരിച്ചു. എന്തെങ്കിലും അവൻ പറഞ്ഞു എന്ന് ചോദിച്ചു. ക്ലോഡിനെതിരെ ഒന്നും അവൻ പറയില്ലെന്നും പറഞ്ഞിട്ടില്ലെന്നും ഡൊണാൾഡ് വ്യക്തമാക്കി. അതോടെ കേസ് താൻ ഏറ്റെടുക്കുന്നുവെന്നും ഡൊണാൾഡിനെ പുറത്തെടുക്കാനുള്ള കാര്യങ്ങൾ താൻ ചെയ്തോളാം എന്നും ഗിൽബേർട്ട് ഉറപ്പു കൊടുക്കുകയാണ്. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം വിചാരണ കഴിഞ്ഞ് തെളിവുകളൊന്നും അവശേഷിക്കാത്തതിനാൽ കോടതി ഡൊണാൾഡിനെ വെറുതെ വിട്ടു. പുറത്തെത്തിയ ഡൊണാൾഡിന് വലിയ സന്തോഷമുണ്ടായിരുന്നു. അവൻ നേരെ പോയത് തന്റെ ഫാമിലിയെ കാണാനാണ്. മകൾ സോഫിയും ഭാര്യയും
ഡൊണാൾഡിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ഡൊണാൾഡിനെ വെൽക്കം ചെയ്യുവാൻ അവിടെ സഹോദരൻ കാളുമുണ്ടായിരുന്നു. തുടർന്ന് സംസാരിക്കുമ്പോൾ കാൾ ചില കാര്യങ്ങൾ പറഞ്ഞു. ഡൊണാൾഡ് ജയിലിലായിരുന്ന സമയത്ത് താൻ രഹസ്യമായി കഞ്ചാവ് ചെടികളും മയക്കുമരുന്നുണ്ടാക്കാൻ പറ്റുന്ന ചെടികളുമൊക്കെ വളർത്തിയെന്നും ബിസിനസ് ചെറിയ രീതിയിലാണെങ്കിലും സക്സസ് ആയി വരുന്നുണ്ട് എന്നുമായിരുന്നു അത്. നമുക്കിനി ഇവിടെ നിന്നും സതേൺ റീജിയനിലേക്ക് മാറാമെന്നും അവിടെ നല്ല രീതിയിൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അടിപൊളിയായി ജീവിക്കാമെന്നും കാൾ ഡൊണാൾഡിനോട് പറയുകയാണ്. സഹോദരൻ ഡെവലപ്പ് ചെയ്ത മയക്കുമരുന്ന് ഡൊണാൾഡ് ചെക്ക് ചെയ്തു. അതൊക്കെ അത്രമേൽ മികച്ചതാണെന്ന് കണ്ടതും ഡൊണാൾഡിന് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. കാൾ താൻ വിചാരിച്ച പോലെ അത്ര നിസ്സാരക്കാരനല്ല എന്നും ഡൊണാൾഡ് മനസ്സിലാക്കുകയാണ്. അതോടെ കാളിന്റെ ഐഡിയക്ക് ഡൊണാൾഡ് ഓക്കെ പറയുന്നു. സതേൺ റീജിയനിലേക്ക് പോയി അവിടെ താമസിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം എന്നതായിരുന്നു അവരുടെ പദ്ധതി. എന്തായാലും ക്ലോഡിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയണമല്ലോ. ഡൊണാൾഡ് അതിനായി ക്ലോഡിനെ കാണുവാൻ പുറപ്പെടുകയാണ്. വൈകാതെ ക്ലോഡിനെ കണ്ട് ഡൊണാൾഡ് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഡൊണാൾഡിനെ അങ്ങനങ്ങ് വെറുതെ പോവാൻ സമ്മതിക്കാൻ ക്ലോഡ് ഒരുക്കമായിരുന്നില്ല. ഡൊണാൾഡിനെ ജയിലിൽ നിന്നിറക്കുവാൻ തനിക്ക് വളരെയധികം പണച്ചെലവ് സംഭവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അതുകൂടി കവർ ചെയ്യാൻ പാകത്തിന് ഡൊണാൾഡ് കുറച്ച് ജോലികൾ ചെയ്തിട്ട് വേണം പോകാൻ എന്ന് ക്ലോഡ് പറഞ്ഞു. വെറുതെ പ്രശ്നമൊന്നും വേണ്ടല്ലോ എന്ന് ചിന്തിച്ച് ക്ലോഡ് പറയുന്ന അവസാന ജോലികളും ചെയ്യുവാൻ ഡൊണാൾഡ് തയ്യാറാവുകയാണ്. അതുകൂടി കഴിഞ്ഞാൽ ഒക്കെ വിട്ടു പോകാമല്ലോ. ആദ്യമായി ക്ലോഡ് കൊടുത്ത ദൗത്യം ക്ലോഡിന്റെ ആളുകൾ ബന്ദിയാക്കി വെച്ചിരുന്ന ഒരാളെ കൊലപ്പെടുത്താനായിരുന്നു. ഒരു മടിയും കൂടാതെ ഡൊണാൾഡ് അത് ചെയ്യുകയാണ്. പിന്നീട് ഡൊണാൾഡ് ക്ലോഡുമായി സംസാരിക്കുമ്പോൾ അടുത്ത ദൗത്യത്തിന്റെ കാര്യം ക്ലോഡ് ഡൊണാൾഡിനോട് പറഞ്ഞു. ഡൊണാൾഡിന്റെ സഹോദരൻ കാളിനെ കൊല്ലണം എന്നതായിരുന്നു അടുത്ത ദൗത്യം. കാരണമെന്തെന്നാൽ ഡൊണാൾഡ് ജയിലിലായിരുന്ന സമയത്ത് കാൾ മയക്കുമരുന്ന് ബിസിനസ് തുടങ്ങിയെന്നും തങ്ങളുടെ കുറച്ച് ലോയൽ കസ്റ്റമേഴ്സിനെ കാൾ കൊണ്ടുപോയി എന്നുമായിരുന്നു ക്ലോഡ് പറഞ്ഞത്. തന്റെ സഹോദരനെ കൊല്ലുവാൻ ഡൊണാൾഡിന് അങ്ങനെ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഡൊണാൾഡ് ആ ദൗത്യം പൂർത്തിയാക്കിയില്ലെങ്കിൽ ഡൊണാൾഡിനെയും ഡൊണാൾഡിന്റെ കുടുംബത്തെ തന്നെയും കൊന്നുകളയും എന്ന് ക്ലോഡ് ഭീഷണിപ്പെടുത്തുകയാണ്. അത്രനാളും താൻ ലോയലായി നിന്ന ക്ലോഡ് തന്നോടും തന്റെ കുടുംബത്തോടും ഇങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് ഡൊണാൾഡിനെ അംഗീകരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ജീൻ പറഞ്ഞ പോലെ ക്ലോഡ് തന്നെ പെടുത്തുകയായിരുന്നു എന്ന കാര്യം ഡൊണാൾഡിന് ഏറെക്കുറെ മനസ്സിലായി തുടങ്ങി. എന്നിരുന്നാലും പ്രശ്നമുണ്ടാക്കാൻ പറ്റാതെ ക്ലോഡിനടുക്കൽ ഓക്കെ പറഞ്ഞ് ഡൊണാൾഡ് പോരുകയാണ്. ഡൊണാൾഡ് നേരെ അനിയൻ കാളിന്റെ അടുത്തേക്ക് ചെന്നു. കാളപ്പോൾ തന്റെ മയക്കുമരുന്ന് നിർമ്മാണ പ്ലാന്റുകൾ പരിപാലിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന ഡൊണാൾഡിനെ കണ്ട് നമ്മുടെ ബിസിനസ് പച്ചപിടിക്കുന്നുണ്ടെന്നും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് എന്നും കാൾ ഡൊണാൾഡിനോട് പറയുകയാണ്. അവനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് കാളിനെയും കൂട്ടി ഡൊണാൾഡ് അടുത്തുള്ള മലയിലേക്ക് കയറിപ്പോയി. തന്റെ ബിസിനസ് വർദ്ധിക്കുന്നു എന്ന് കാൾ പറയുമ്പോഴും കാളിനടുത്തേക്ക് എത്തുന്ന കസ്റ്റമേഴ്സ് ക്ലോഡിൽ നിന്നും വിട്ടുവരുന്നവരാണ് എന്നവൻ മനസ്സിലാക്കിയിരുന്നില്ല. മലയ്ക്ക് നടുവിലെത്തിയതും ഡൊണാൾഡ് തോക്കെടുത്ത് കാളിന് നേരെ നീട്ടുകയാണ്. പക്ഷേ കാളിനെ കൊല്ലുവാൻ ഡൊണാൾഡിന് സാധിക്കുന്നില്ല. വൈകാതെ കാളിനോട് കാര്യങ്ങൾ പറഞ്ഞ ഡൊണാൾഡ് കാളിന്റെ മരണം ഫേക്ക് ചെയ്ത് അവന്റെ മയക്കുമരുന്ന് പ്ലാന്റുകൾ നശിപ്പിച്ച് കാളിനോട് എവിടെയെങ്കിലും പോയി മറഞ്ഞ് രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് 3 മാസങ്ങൾ കടന്നുപോയി. മഞ്ഞുകാലം വന്നെത്തിയിരുന്നു. ക്ലോഡ് തങ്ങളുടെ ബിസിനസിന്റെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. ഡൊണാൾഡിനും അങ്ങോട്ടേക്ക് ക്ഷണമുണ്ടായിരുന്നു. ഡൊണാൾഡ് അങ്ങോട്ടേക്ക് വന്നെത്തി. പക്ഷേ ആ പാർട്ടി തന്നെ ട്രാപ്പ് ചെയ്യാനായിരുന്നു എന്ന് ഡൊണാൾഡ് വൈകാതെ മനസ്സിലാവുകയാണ്. ഡൊണാൾഡ് കാളിനെ കൊന്നിട്ടില്ലെന്നും മരണം ഫേക്ക് ചെയ്തതാണെന്നും ക്ലോഡ് മനസ്സിലാക്കിയിരുന്നു. ക്ലോഡിന്റെ കയ്യാളുകൾ ഡൊണാൾഡിനെ ചുറ്റിവളയാൻ ആരംഭിച്ചു. അതോടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഡൊണാൾഡിന് ഓടേണ്ടി വരികയാണ്. ഭാഗ്യവശാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുവാൻ ഡൊണാൾഡിനായി. വീട്ടിലേക്ക് പാനെത്തിയ ഡൊണാൾഡ് ഭാര്യയെയും മകളെയും കൂട്ടി അവരെ സുരക്ഷിതമാക്കുവാൻ നേരെ ജീനിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. നടന്ന കാര്യങ്ങൾ അത്രയും ജീനിനടുക്കൽ ഡൊണാൾഡ് വിശദീകരിച്ചു. അവിടെ തുടർന്നാലും ക്ലോഡും സംഘവും വൈകാതെ അന്വേഷിച്ചെത്തും എന്നായിരുന്നു ജീൻ പറഞ്ഞത്. അവിടെ നിന്ന് സതേൺ റീജിയനിലേക്ക് രക്ഷപ്പെട്ടു പോയി അവിടെ സുഖമായി ജീവിക്കാം. പക്ഷെ അതിന് പണം വേണം. അതിനുവേണ്ടി വലിയൊരു മോഷണം നടത്തിയാലോ എന്നൊരാശയം ജീൻ മുമ്പിലേക്ക് വെക്കുകയാണ്. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഡൊണാൾഡും അതിന് സമ്മതിക്കുന്നു. ജീൻ പിന്നാലെ തന്റെ സഹോദരൻ റെയ്നാൾഡിനെ വിളിച്ചു വരുത്തി. മോഷണത്തെപ്പറ്റി അവർ പദ്ധതിയിട്ടു. വലിയൊരു ബിസിനസ് കോർപ്പറേഷനിൽ കടന്നുകയറി മോഷണം നടത്താനായിരുന്നു അവരുടെ പദ്ധതി. നല്ല പ്ലാനിങ്ങോടെ നടത്തിയ മോഷണം വലിയ വിജയമായിരുന്നു. അവർക്ക് ഒരുപാട് പണവും വസ്തുക്കളുമൊക്കെ ലഭിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആ മോഷണം വലിയ വാർത്തയായി തുടങ്ങിയിരുന്നു. പക്ഷെ ഡൊണാൾഡിന് പേടി തോന്നിയിരുന്നില്ല. കാരണം അവരുള്ള ഇടം കണ്ടെത്താൻ പോലീസിന് സാധിക്കില്ല എന്ന് ഡൊണാൾഡ് ചിന്തിച്ചിരുന്നു. ജീനിന്റെ ഇടം അത്രമേൽ ഒറ്റപ്പെട്ട സ്ഥലമാണ് എന്ന് ഡൊണാൾഡിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാശ്വാസത്തിന് കുറച്ചു കഴിഞ്ഞ് ഡൊണാൾഡ് തോക്കുമെടുത്ത് വേട്ടയ്ക്കായി പോവുകയാണ്. ഇതേസമയം പട്രോളിങ്ങിന് കുറച്ച് പോലീസ് കാറുകൾ ആ വഴി വരുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ച ഡൊണാൾഡ് അവരുടെ മുമ്പിൽ തന്നെ ചെന്നുവിട്ടു. പിടികിട്ടാപ്പുള്ളി ആയതുകൊണ്ട് തന്നെ ഡൊണാൾഡ് പിടിക്കപ്പെടുകയാണ്. ഡൊണാൾഡ് ജയിലിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അവിടെ ഡൊണാൾഡിനെ കാണാൻ
കാണാൻ പഴയ ഡിറ്റക്റ്റീവായ റോജർ തന്നെ കടന്നു വന്നു. റോജർ ഡൊണാൾഡിനോട് അന്ന് കാര്യമായി തന്നെ സംസാരിച്ചു. ക്ലോഡിന്റെ ഗ്യാങ്ങിനെ ഇല്ലാതാക്കുവാൻ ക്ലോഡിനെതിരെ വിവരം നൽകണമെന്നും സാക്ഷി പറയണമെന്നും റോജർ ഡൊണാൾഡിനോട് ആവശ്യപ്പെട്ടു. ഡൊണാൾഡ് അത്തരത്തിൽ പ്രവർത്തിച്ചാൽ ഡൊണാൾഡിന്റെ ഫാമിലിയെ തങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാമെന്നും സദേൺ റീജിയനിലേക്ക് പോയി അവിടെ വേണ്ട കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ ചെയ്യുവാൻ ഡൊണാൾഡിന് ആവശ്യമായ പണസൗകര്യവും തങ്ങൾ ലഭ്യമാക്കാമെന്നും ഡൊണാൾഡിനെ എല്ലാ കേസുകളിൽ നിന്നും വേഗത്തിൽ മുക്തമാക്കി തരാമെന്നും റോജർ വാഗ്ദാനം ചെയ്യുകയാണ്. കാര്യം ക്ലോഡിനോട് ദേഷ്യവും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിലും ഡൊണാൾഡ് അപ്പോൾ അതിന് തയ്യാറാകുന്നില്ല. പക്ഷെ പിന്നാലെ ഡൊണാൾഡിനടുത്തേക്ക് വന്ന് റോജർ ഒരു കാര്യം കൂടി പറഞ്ഞു. മുമ്പ് ഡൊണാൾഡ് പിടിക്കപ്പെട്ടല്ലോ, അന്ന് ഡൊണാൾഡിനെ പറ്റി പോലീസിന് വിവരം നൽകിയത് ക്ലോഡായിരുന്നു. പിന്നാലെ ക്ലോഡ് തന്നെ ഡൊണാൾഡിനെ രക്ഷിക്കാൻ എന്ന പേരിൽ ഒരു വക്കീലിനെയും പറഞ്ഞയച്ചു. മൊത്തത്തിൽ അതൊക്കെയും ക്ലോഡിന്റെ തന്നെ പദ്ധതിയായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് പോവാൻ തുനിഞ്ഞ ഡൊണാൾഡ് വീണ്ടും ക്ലോഡിന്റെ അടിമയായി ക്ലോഡിനു വേണ്ടി വർക്ക് ചെയ്ത് അവിടെ തന്നെ തുടരുമല്ലോ, ക്ലോഡിന്റെ കീഴിൽ ഉണ്ടാവുകയും ചെയ്യും. അതായിരുന്നു ക്ലോഡിന് ആവശ്യം. അതുകൂടി കേട്ടതോടെ ക്ലോഡിന്റെ ചതികളെ പറ്റിയൊക്കെ ഡൊണാൾഡ് പൂർണ്ണമായും മനസ്സിലാക്കുകയാണ്. അതോടെ റോജറുമായി സഹകരിക്കാൻ ഡൊണാൾഡ് തയ്യാറാകുന്നു. ക്ലോഡും സംഘവും ചെയ്ത കൊലപാതകങ്ങളെപ്പറ്റിയും മറ്റില്ലീഗൽ ബിസിനസിന്റെ വിവരങ്ങളെ പറ്റിയുമൊക്കെ ഡൊണാൾഡ് റോജറിന് വിവരം കൊടുക്കുകയാണ്. ഇതിനിടയിൽ ക്ലോഡ് അയച്ച വക്കീൽ വീണ്ടും ഡൊണാൾഡിനെ കാണാനെത്തുന്നുണ്ടെങ്കിലും ഇത്തവണ ആ വക്കീലുമായി സഹകരിക്കാൻ ഡൊണാൾഡ് ഒരുക്കമായിരുന്നില്ല. അയാളുടെ സേവനം നിരസിച്ച് ഡൊണാൾഡ് പറഞ്ഞയച്ചു. പോലീസ് തന്നെ ഡൊണാൾഡിന്റെ കുടുംബത്തെയും മറ്റും സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റി. പോകുന്നതിനു മുമ്പ് ഡൊണാൾഡിന് ഫാമിലിയെ കാണാൻ അവസരവും അവരൊരുക്കി കൊടുത്തു. പോലീസിന്റെ ഇൻഫോർമന്റായി മാറിയ ഡൊണാൾഡ് പിന്നീട് ക്ലോഡിന് കൊടുക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും പോലീസിന് ചെയ്തു കൊടുത്തു. ഒടുവിൽ പൂർണ്ണമായ തെളിവുകളൊക്കെ കയ്യിൽ വന്നതും പോലീസ് ക്ലോഡിനെയും സംഘത്തെയും അറസ്റ്റ് ചെയ്യുകയാണ്. വിചാരണയിൽ ക്ലോഡിന്റെ ശിക്ഷകൾ തെളിയുകയും 25 കൊല്ലം തടവിന് ക്ലോഡ് വിധേയനാക്കപ്പെടുകയും ചെയ്തു. പോലീസിനെ സഹായിച്ചതുകൊണ്ട് ഡൊണാൾഡിന് ശിക്ഷയിളവ് നൽകി കോടതി അവനെ വെറുതെ വിട്ടു. പിന്നീട് ഡൊണാൾഡ് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്രൈം ഡ്രാമ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.